സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുന്നമംഗലത്ത് നിന്നും കോഴിക്കോട് വരെ പോകുന്ന മെറിൻ്റ് ബസ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. മെറിൻ്റ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ ഐഷർ സ്റ്റാർലൈൻ 290 മോഡൽ ബസ്സാണ് ഈ ഒരു ബസ്. കുന്നമംഗലത്ത് 2 സ്റ്റാൻഡുകളാണ് ഉള്ളത്. അതിൻ്റെ മേലെയുള്ള സ്റ്റാൻഡിലാണ് നമ്മുടെ പൈമ്പ്ര ഭാഗത്തുള്ള ബസ്സുകളൊക്കെ നിർത്തുന്നത്. അങ്ങനെ കൃത്യം 3:30 തന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇടത്തോട്ട് പോയാൽ കോഴിക്കോട് ടൗണാണ്. കുന്നമംഗലത്ത് നിന്നും ആദ്യം പൈമ്പ്രയിലോട്ട് പോകണം. പൈമ്പ്രയിൽ നിന്നും പിന്നെ കോഴിക്കോട്. അതാണ് കുന്നമംഗലത്ത് നിന്നും പൈമ്പ്രയിലോട്ട് 12 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. ഈ റോഡ് എന്ന് പറയുന്നത് NH 766 ആണ് കേട്ടോ. കോഴിക്കോട് നിന്നും മൈസൂർ, ബാംഗ്ലൂർ ഭാഗത്തോട്ടൊക്കെ പോകുന്ന റോഡാണ്. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു. അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് കേട്ടോ നമ്മുടെ കുന്നമംഗലം എന്ന് പറയുന്നത്. ഡ്രൈവർ നന്ദുവേട്ടനും കണ്ടക്ടർ രാജേഷ് ഏട്ടനുമാണ്. ഇവിടെ നിന്നും വലത്തോട്ടുള്ള റോഡ് എന്ന് പറയുന്നത് മിൽമ, പെരിങ്ങളം ഭാഗത്തോട്ടുള്ള റോഡാണ് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 2 റോഡുകൾ കാണാം. ഇതിൽ വലത്തോട്ടുള്ള റോഡ് KMCD, കള്ളന്തോട്, NIT ക്യാമ്പസ് പോലുള്ള സ്ഥലങ്ങളിലോട്ടുള്ള റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പന്തീർപ്പാടത്ത് എത്തിയിട്ടുണ്ട്. പന്തീർപ്പാടത്ത് നിന്നും ഇടത്തോട്ടുള്ള റോഡാണ് പൈമ്പ്ര ഭാഗത്തോട്ട് പോകേണ്ടത്. നേരെ പോയാൽ താമരശ്ശേരി, സുൽത്താൻ ബത്തേരി, ബാംഗ്ലൂർ, മൈസൂർ ഭാഗത്തോട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇടത്തോട്ടാണ് പോകുന്നത്. 3.5 ട്രിപ്പിന് പുറമെ ഇതിന് കുറേ ട്രിപ്പുകളുണ്ട് കേട്ടോ കോഴിക്കോട്ടേക്ക്. അതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. മെറിൻ്റ് ഗ്രൂപ്പിന് ഇപ്പം നിലവിൽ 8 ബസ്സുകളുണ്ട് കേട്ടോ. പണ്ടാരപ്പറമ്പ് പാലത്തിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുന്നമംഗലത്ത് നിന്നും പന്തീർപ്പാടം, പുട്ടുമാലിത്താഴം, പൊയിൽത്താഴം, കുരുവട്ടൂര്, ചാലിത്താഴം, മൂട്ടോളി, കക്കോടി വഴിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. കോഴിക്കോട് നിന്നും കൂരാച്ചുണ്ട് വരെ പോകുന്ന മെറിൻ്റ് ബസ്സിൻ്റെ തന്നെ വിശേഷങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. ഓരോ ബസ്സിനെയും സ്വന്തം മക്കളെ പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഓണർ കാണുന്നത്. അതുകൊണ്ടാവും ഓരോ ബസ്സിനും ഓരോ പേരുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബസ്സിൻ്റെ പേര് നങ്ങേലി എന്നാണ് കേട്ടോ. ഇതേ റൂട്ടിൽ തന്നെ ഒരു ബസ് കൂടെ ഉണ്ട് കേട്ടോ മെറിൻ്റ് ഗ്രൂപ്പിന്. ആ ബസ്സിൻ്റെ പേര് പെരുമാൾ എന്നാണ്. ഇതിനു പുറമെ ഒറ്റയാൻ, വലിയേട്ടൻ, ദിഗംബരൻ എന്ന് തുടങ്ങി ഒട്ടാകെ 8 ബസ്സുകളുണ്ട് കേട്ടോ ഈ ഒരു മെറിൻ്റ് ഗ്രൂപ്പിന്. തികച്ചും ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പൈമ്പ്ര എത്തിയിട്ടുണ്ട്. പൈമ്പ്ര അത്യാവശ്യം ഒരു ചെറിയൊരു അങ്ങാടിയാണ് കേട്ടോ ഈ ഒരു റൂട്ടിലെ. നമ്മുടെ നന്ദുവേട്ടൻ എന്തോ ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പൈമ്പ്രയിൽ നിന്നും വണ്ടി എടുക്കുവാണ്. പൈമ്പ്രയിൽ നിന്നും നേരെ എത്തുന്നത് കുരുവട്ടൂരിലോട്ടാണ്. കുരുവട്ടൂരും അത്യാവശ്യം വലിയൊരു അങ്ങാടി തന്നെയാണ് കേട്ടോ ഈ ഒരു റൂട്ടിൽ. അങ്ങനെ നമ്മൾ പൊട്ടമറിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടമറിയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് പറമ്പിൽ ബസാറിലോട്ടാണ്. പറമ്പിൽ ബസാറിലോട്ട് 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ യാത്ര ചെയ്യാൻ അവിടുന്ന്. ഈ റോഡ് നേരെ പോകുന്നത് മൂട്ടോളിയിലോട്ടാണ്. മൂട്ടോളിയിൽ നിന്നാണ് നമുക്കിനി കോഴിക്കോട് ഭാഗത്തോട്ടുള്ള റോഡിൽ കയറേണ്ടത്. കിഴക്കുമുറിയാണ് ഇപ്പോൾ എത്തിയത്. നമ്മളങ്ങനെ ചാലിത്താഴത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ചാലിത്താഴത്തിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് പറമ്പിൽ ബസാറിലോട്ടും വലത്തോട്ടുള്ള റോഡ് ഊട്ടുകുളത്തോട്ടുമാണ്. ചാലിത്താഴത്ത് നിന്നും പറമ്പിൽ ബസാറിലോട്ട് 3.5 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. കോഴിക്കോട് നിന്നും കുന്നമംഗലത്തേക്ക് പോകുന്ന ചൈതന്യ ബസ്സാണ് ഇപ്പോൾ പോകുന്നത്. ചാലിത്താഴത്ത് നിന്നും ഊട്ടുകുളത്തോട്ട് 2 കിലോമീറ്ററാണ് ഉള്ളത്.
ചാലിത്താഴം കഴിഞ്ഞാൽ നമ്മളെത്തുന്നത് മൂട്ടോളിയിലോട്ടാണ്. മൂട്ടോളിയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് കോഴിക്കോട്ടേക്കും വലത്തോട്ടുള്ള റോഡ് ബാലുശ്ശേരിക്കുമാണ്. കോഴിക്കോട്ടേക്ക് ഇവിടെ നിന്നും 10 കിലോമീറ്ററും ബാലുശ്ശേരിക്ക് 16 കിലോമീറ്ററുമാണ് ഉള്ളത്. നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നത്. മൂട്ടോളി കഴിഞ്ഞാൽ കക്കോടി, കാരപ്പറമ്പ്, എരഞ്ഞിപ്പാലം, നടക്കാവ് വഴിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. കക്കോടി ബൈപ്പാസിലോട്ടാണ് നമ്മൾ കയറുന്നത്. കോഴിക്കോട് നിന്നും കൂട്ടാലിട വരെ പോകുന്ന അനാമിക ബസ്സാണ് ഇപ്പോൾ പോയത്. അങ്ങനെ നമ്മൾ കക്കോടി പഞ്ചായത്ത് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാരപ്പറമ്പ് എത്തി. കാരപ്പറമ്പ് ബൈപ്പാസിലോട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. കാരപ്പറമ്പിൽ നിന്നും എരഞ്ഞിപ്പാലം, നടക്കാവ് വഴിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. തികച്ചും നല്ല രീതിയിൽ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബസ്സാണ് കേട്ടോ ഇത്. നടക്കാവ് സ്റ്റോപ്പിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാവൂർ റോഡൊക്കെ കഴിഞ്ഞ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബസ്സിൻ്റെ മുഴുവൻ ടൈമിങ്ങും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ മെറിൻ്റിൻ്റെ ഒറ്റയാൻ ബസ്സിൻ്റെ വിശേഷങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ്. ഈ ഒരു ബസ്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് തികച്ചും ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള റൂട്ട് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്യാനും പറ്റുന്ന ഒരു റൂട്ടാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് ടൗണിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോഴിക്കോട് മാവൂർ റോഡ് KSRTC സ്റ്റാൻഡിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ സഹായിച്ച നമ്മുടെ ഡ്രൈവറായിട്ടുള്ള നന്ദുവേട്ടനോടും രാജേഷ് ഏട്ടനോടും പിന്നെ ഇതിൻ്റെ ഓണറായിട്ടുള്ള സുനിലേട്ടനോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്. അങ്ങനെ നമ്മളിത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബൈ ബൈ. ഇല്ല